സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ നീണ്ടുനിൽക്കുന്ന 10 ദിവസ മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ഉത്സവത്തിൻ്റെ 9ാം ദിവസമായ കുംഭമാസത്തിലെ പൂരനക്ഷത്രത്തിലാണ് പൊങ്കാല ആഘോഷം. ധനധാന്യ സമൃദ്ധിയും സന്താന്യ സൗഖ്യവുമാണ് പൊങ്കാലയുടെ ഫലം. ഇത്തവണത്തെ ആറ്റുകാൽ ദേവീക്ഷേത്ര പൊങ്കാല 2026 മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച നടക്കുന്നതാണ്. 9ാം ഉത്സവ ദിവസമായ മാർച്ച് 3-ാം തീയതി 9:45 രാവിലെ പൊങ്കാല അടുപ്പുകെട്ട് ചടങ്ങ് ഉണ്ടാവുന്നതാണ്. ഉച്ചയ്ക്ക് 2:15 കൂടെ പൊങ്കാല നിവേദനമുണ്ടാവും. ഫെബ്രുവരി 23-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തും ചടങ്ങോടുകൂടെ പൊങ്കാല മഹോത്സവം തുടക്കം കുറിക്കുന്നതാണ്. അല്പനേരം ആറ്റുകാൽ ദേശത്ത് വിശ്രമിക്കാനെത്തിയ കണ്ണകി ദേവിയെ അവിടുത്തെ സ്ത്രീജനങ്ങൾ മൺകലത്തിൽ പൊങ്കാല സമർപ്പിച്ച് സ്വീകരിച്ചു. ഇതിൻ്റെ സ്മരണാർത്ഥമാണ് ആറ്റുകാൽ പൊങ്കാല. മഹിഷാസുരനെ വധിച്ച ദേവിയെ ഭക്തർ പൊങ്കാല അർപ്പിച്ച് സ്വീകരിക്കുന്നു എന്ന് മറ്റൊരു വിശ്വാസം. പൊങ്കാല ദിവസം രാവിലെ തോറ്റംപാട്ട് പാടി കൊടുങ്ങല്ലൂർ ദേവി ചൈതന്യത്തിനെ ആവാഹിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്ന ചടങ്ങ് നടക്കുന്നു. ശേഷം പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച കാപ്പെന്ന മോതിരവളയങ്ങൾ അമ്മയുടെ ഉടുവാളിലേക്ക് കെട്ടുന്നതാണ്. അങ്ങനെ പാടി കാപ്പ് കെട്ടി കുടിയിരുത്തും ചടങ്ങിന് ശേഷം ദീപാധാരണ നടത്തി ശ്രീകോവിലിൽ നിന്നും തന്ത്രി ദീപാഗ്നി മേൽശാന്തിയെ ഏൽപ്പിക്കുന്നു. മേൽശാന്തി പണ്ടാര അടുപ്പിൽ അഗ്നി കൊളുത്തിയതിനു ശേഷം ഭക്തജനങ്ങൾക്ക് അഗ്നി പകർന്നു കൊടുക്കുന്നു. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നവർ നിർബന്ധമായി പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പൊങ്കാല ഇടുന്നവർ പൊങ്കാലയുടെ തലേ ദിവസം കർശനമായി വ്രതമിരിക്കണം. മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് ബ്രഹ്മചര്യം പാലിച്ച് ദേവീ നാമങ്ങളും സ്തുതികളും ചൊല്ലി വേണം വ്രതം അനുഷ്ഠിക്കാൻ. പൊങ്കാല ഇടുന്നവർ കാപ്പ് കെട്ടിക്കഴിഞ്ഞ് ഒരിക്കലെങ്കിലും പൊങ്കാലയ്ക്ക് മുമ്പ് ആറ്റുകാൽ അമ്മയെ കണ്ട് വന്നിക്കണം. ക്ഷേത്ര പരിസരത്തിലും നഗരത്തിൽ പല ഭാഗത്തും എവിടെയും പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. ഭക്തിപൂർവ്വം എവിടെയും ഇരുന്ന് ആറ്റുകാൽ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന പൊങ്കാല അമ്മ സ്വീകരിക്കുന്നതാണ്. സ്വന്തം വീട്ടുമുറ്റത്തും ദേവിയെ സങ്കല്പിച്ച് ശുദ്ധമായ സ്ഥലത്ത് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാം. അമ്മയ്ക്ക് വേണ്ടി നൈവേദ്യം വെച്ച് ഒരുക്കുമ്പോൾ ശുദ്ധമായ വെള്ളം വസ്ത്രം ധരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. 3 അല്ലെങ്കിൽ 6 ചുടുകട്ട ഉപയോഗിച്ച് കിഴക്ക് നോക്കി വേണം അടുപ്പ് കൂട്ടാൻ. അടുപ്പിന് സമീപം വലത് ഭാഗത്തിൽ 5 തിരിയിട്ട് നിളവിളക്ക് കത്തിച്ച് ഗണപതി ഒരുക്കണം. മൺകലത്തിൽ തന്നെ പൊങ്കാലയിടണം. ദേവീ സമീതത്തിൽ ആത്മസമർപ്പണം ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ് പുത്തൻ മൺകലത്തിലെ പൊങ്കാല. ഇതിനെ മംഗല പൊങ്കാല എന്നും പറയുന്നതാണ്. ശരീരമാകുന്ന മൺകലത്തിൽ ഭൗതിക മോഹങ്ങളാകുന്ന ഉണക്കലരി തിളച്ചു പൊങ്ങുമ്പോൾ ഞാൻ എന്ന ഭാവം നിശേഷം കളഞ്ഞ് ആത്മസമർപ്പണം നടത്തുന്നതിൻ്റെ പ്രതീകമാകുന്നു അമ്മയ്ക്ക് സമക്ഷം അർപ്പിക്കുന്ന പൊങ്കാല. അങ്ങനെ മനസ്സും ശരീരവും ഒരുപോലെ ഭക്തിയിൽ ലയിക്കുമ്പോൾ പൊങ്കാല ഇടുന്നതിൻ്റെ പൂർണ്ണ പുണ്യം നമുക്ക് ലഭിക്കുന്നു. പണ്ടാര അടുപ്പിൽ നിന്നും തീ പകർന്നു കിട്ടിയാൽ ഉടനെ നിലവിളക്ക് കത്തിച്ച് അഗ്നി പകർന്ന് അടുപ്പ് കത്തിക്കാവുന്നതാണ്. ശർക്കര, നാളികേരം, നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്ന പായസമാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നൈവേദ്യം. വെള്ളച്ചോറിനും അതുപോലെ പ്രാധാന്യമുണ്ട്. തെരളി, മണ്ടപ്പുറ്റ്, അപ്പം എന്നിവ നൈവേദ്യങ്ങളും ഉണ്ടാക്കി സമർപ്പിക്കാവുന്നതാണ്. ഉച്ചപൂജ കഴിഞ്ഞാൽ നൈവേദ്യ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രത്തിൽ നിന്നും അറിയിപ്പ് കിട്ടിയതിനു ശേഷം ഉച്ചയ്ക്കൊരു 1:30-2 മണിയോടുകൂടെ പുണ്യാവെള്ളമല്ലേ തുളസിത്തീർത്ഥം തളിച്ച് നൈവേദ്യിക്കുന്നതാണ്. പൊങ്കാല തിളച്ചതിനു ശേഷം ആഹാരം കഴിക്കുന്നതാണ് ഉത്തമം. പൊങ്കാല ഇടുന്നവരെ ആരോഗ്യം പോലെ ആകാം. ക്ഷമായാപനം നടത്തി പൊങ്കാല നിവേദനം നടത്തിയതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം രാത്രിയിൽ എഴുന്നള്ളിപ്പ് പിറ്റേ ദിവസം തിരിച്ച് എത്തിയതിനു ശേഷം വൈകുന്നേരം കാപ്പ് അഴിച്ച് കൊടുങ്ങല്ലൂർ ഭഗവതിയെ തിരിച്ച് അയക്കുന്ന ചടങ്ങ് നടക്കും. കുത്തിയോട്ടം, താലപ്പൊലി എന്ന വഴിപാടുകൾക്ക് ശേഷം രാത്രിയിൽ കുരിശ് സമർപ്പിച്ച് അങ്ങനെ ഉത്സവ ചടങ്ങുകൾ സമാപനം കുറിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി അമ്മയ്ക്ക് അർപ്പിച്ച പൊങ്കാല നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉത്സാഹവും ഊർജ്ജസ്സും നൽകുന്നു.
അമ്മയുടെ ശക്തി പ്രാപിച്ചുകൊണ്ട് വീണ്ടും ഒരു വർഷത്തെ കാത്തിരിപ്പ് അടുത്ത പൊങ്കാല ആഘോഷത്തിലേക്ക്.